നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞ ഉടൻ തന്നെ നഗരവും പരിസരവും വൃത്തിയാക്കാൻ ഹരിതകർമ്മസേന ഇറങ്ങി. റിപ്പോർട്ട് കാണാം. ജലമേള കാണാൻ എത്തിയത് പതിനായിരങ്ങളാണ്. പക്ഷേ ഒരു ജലമേള ആളുടെ ബാഹുല്യം കൊണ്ട് സാധാരണ മാലിന്യങ്ങളൊക്കെ കുമിഞ്ഞുകൂടുക സാധാരണമാണ്. പ്ലാസ്റ്റിക്കിനൊക്കെ നിരോധനം ഉണ്ടെങ്കിൽ പോലും പക്ഷേ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ സഹായിച്ചിട്ട് എന്നാൽ പോലും ഈ കാണികളൊക്കെ പോയി കഴിഞ്ഞ് ഈ നെഹ്റു ട്രോഫി ഫൈനൽ മത്സരം അരങ്ങേറിയ പുന്നമടയും പരിസരങ്ങളെ വൃത്തിയാക്കുന്ന ഹരിതകർമ്മസേനയുടെ സേവനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ഈ നേരത്തെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ദിവസമൊക്കെ കണ്ടിട്ടുണ്ട്. പൊങ്കാല കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഹരിതകർമ്മസേന നിരത്തിലിറങ്ങുകയാണ്. അവരുടെ ഇനിയുള്ള മണിക്കൂർ ഈ നഗരവും ഈ റോഡും ഒക്കെ വൃത്തിയായി ശുചിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ചേച്ചി എപ്പം തുടങ്ങി ഈ പരിപാടിയൊക്കെ? ഞങ്ങൾ രാവിലെ 7 മണിയായപ്പോഴത്തേക്ക്. ഇനി എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? ഇനി ഞങ്ങൾ ഇതെല്ലാം ക്ലീൻ ആക്കി ഒരു 10 മണി 11 മണിയാവും ഇവിടുന്ന് പോകുമ്പോൾ. അപ്പൊ പൊതുവെ പ്ലാസ്റ്റിക് കുറവുണ്ടോ? പ്ലാസ്റ്റിക് കൂടുതലുണ്ട് അല്ലേ? നിങ്ങൾ ഈ നിരോധനമൊക്കെ പറഞ്ഞെങ്കിലും പ്ലാസ്റ്റിക് കൂടുതലുണ്ട്. ഇപ്പൊ എന്താ നിങ്ങൾ ചെയ്യുക? ഇതെല്ലാം ശേഖരിച്ചിട്ട് ഞങ്ങൾ ഇതെല്ലാം ശേഖരിച്ചിട്ട് ഞങ്ങൾ ഇത് ഞങ്ങളുടെ MCP കൊണ്ടുവന്ന് ഞങ്ങൾ ഇത് സെഗ്രിഗേഷൻ ചെയ്ത് കമ്പനിക്ക് കൈമാറും. ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെ വള്ളംകളിയൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്? കണ്ടായിരുന്നു. എങ്ങനെ ആവേശമൊക്കെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളിയായിരുന്നു. അടിപൊളി ഇതിന്റെ ഇടയ്ക്ക് എന്താ ചേച്ചി? അടിപൊളി ആര് ജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്? PVC ആയിരുന്നു, പക്ഷേ UBC ആയിപ്പോയി. അപ്പൊ വിവരം കൊണ്ടുപോയി അല്ലേ? വിഷമമുണ്ടോ അതിന്? പിന്നെ വിഷമമുണ്ട്. അപ്പൊ എന്തായാലും മാലിന്യം എല്ലാം നീക്കാനുള്ള സമയമാണ്. അധികം പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ജോലികളൊക്കെ നടക്കട്ടെ. തീർച്ചയായിട്ടും ഇത് വലിയൊരു മഹനീയമായ കാര്യമാണ്, മാതൃകാപരമാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെയുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഹരിതകർമ്മസേനയുടെ സേവനം. ഇനി അവർ രാത്രി 11 മണി കഴിഞ്ഞാലും ഈ പുന്നമടയുടെ തീരങ്ങളും പരിസരങ്ങളും ഒക്കെ വൃത്തിയായതിനു ശേഷമേ ഇവർക്ക് മടക്കമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സേവനത്തെ നമ്മൾ ഇത്രമാത്രം പ്രകീർത്തിക്കുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പുന്നമടയിൽ നിന്നും ജയകുമാറിനോടൊപ്പം B. ശ്രീകുമാർ.